മഹാമഹ. പെരുന്നാളായിട്ട് രാവിലെ പള്ളിയിലെ എന്താ തിരക്ക്. എന്റെ മലയാറ്റൊരു മുത്തപ്പ, ജനസമുദ്രമാണ്, ജനസമുദ്രം. മീനിടാ ചെറുക്കങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ, ഇവിടെ ഇങ്ങോട്ട് തന്നെ ചേച്ചി, ഞാൻ തൂക്കിത്തരാം. വെറുതെ ഇല്ലല്ലോ, കാശ് തന്നിട്ടല്ലേ നീ ഇട്ടേ. നല്ല മീനാച്ചി. ഓ നിന്റെ നല്ല മീൻ അതും കൂടി അങ്ങ് ഇട്ടടാ. ഓ ഈ ചെറുക്കന്റെ ഒരു കാര്യം, പള്ളിപ്പെരുന്നാളായിട്ട് ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ വായിലിരിക്കണത് കേൾക്കണമെന്ന് അറിയാവോ? ഓഹോ എടാ ചെറുക്ക, നീ തന്ന മീനിന്റെ വയറ് വീർത്തിരിക്കുവാണല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. പ്രസവം കഴിയുമ്പോ പറയണേ, കുഞ്ഞുമീനും ഉടുപ്പും കൊണ്ട് ഞാൻ വരാം. ഓ പുഴുത്ത മീൻ തന്നിട്ട് അതിലും പുഴുത്ത കൗണ്ടർ പറയുവാനാടാ. എന്തുവാടി അന്നമ്മോ രാവിലെ തന്നെ മീൻകാരനുമായ ഒരു കശപിശ? എല്ലാത്തിനും തീ പിടിച്ച വിലയല്ലേ അമ്മച്ചി. അല്ലേലും ഇവിടുത്തെ ഇരിയാനെ പറഞ്ഞാ മതിയല്ലോ, അയാൾക്ക് ഇറച്ചി മീനില്ലാണ്ട് തൊണ്ടേന്ന് കിഴിപോട്ട് ഒരു വക ഇറങ്ങത്തില്ല. എന്നും ഇറച്ചി തിന്നുന്ന സിംഹം പോലും ഒരു ദിവസം ഉപവാസം എടുക്കുന്ന ഞാൻ കേട്ടെ. പക്ഷെ ഈ ദിയാന് ഇന്ന് പിന്നെ പെരുന്നാളല്ലേ അന്നമ്മോ, ഇറച്ചി മീനും ഇല്ലാതെ പറ്റുമോ? നീ ആ പോതീർച്ചയായിഞ്ഞ് 2 കഷ്ണം എടുത്തേ. ആ ശരി അമ്മച്ചി. അന്നമ്മോ, എടി പെണ്ണേ. ബാബുവേ, പിള്ളേരെന്തേടാ? അവരാ ഐസ്ക്രീം കഴിച്ച് പള്ളിമുറ്റത്ത് നിൽക്കുന്നുണ്ട്. അമ്മച്ചി, ഇത് പള്ളിയിൽ നിന്ന് ലേലം വിളിച്ച് കൊണ്ടുവന്ന കോഴിയാ. ആ കൊള്ളാലോ. അന്നമ്മോ, ഞാൻ കോഴിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തറവാട്ടി പറഞ്ഞ കോഴിയാ. ഓ എന്തായാലും തറവാട്ടുകാർ തിരിച്ചറിഞ്ഞില്ല. എന്തോ അല്ല, അടുപ്പത്തെന്തെങ്കിലും ആയാ? ആ കൊറേ പുകയായിണ്ട്. എവിടെയോ നല്ല പെണ്ണുങ്ങള് ഇറച്ചിക്കറി വയ്ക്കുന്ന മണം. എവിടെയോ നല്ല പെണ്ണുങ്ങളല്ല, ഇവിടുത്തെ പെണ്ണ് ഇറച്ചി വയ്ക്കുന്നതാ. ഇറച്ചിയപ്പോ വാങ്ങിച്ചു. അത് അങ്കമാലിന്ന് തങ്കച്ചൻ വന്നപ്പോ നല്ല